എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ചക്ക വറുത്താലോ. അപ്പം ഞാനിത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ്. അപ്പം ഒരു വർഷം ഇരുന്നാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ചക്ക വറുത്തത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇച്ചിരി ചക്ക വറുത്താലോ. ചക്കയുടെ സീസണൊക്കെ അല്ലേ, ചക്കയൊക്കെ തീരാൻ പോകുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു 2 ചക്ക ഒരുമാതിരി മുഴുത്തരായിരുന്നു കേട്ടോ, മുഴുത്ത 2 ചക്ക ഇതേ വെട്ടി അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം വെട്ടുന്നതും പെറുക്കുന്നതൊന്നും കാണിക്കാനായിട്ട് പറ്റില്ല, നമുക്കൊക്കെ അറിയാവുന്നല്ലേ ചക്ക വെട്ടാനും പെറുക്കാനും ഒക്കെ. അപ്പം ഞാനിത് ഇതുപോലെ നല്ല കനം കുറഞ്ഞ നീളമുള്ള ചുളയായിരുന്നേ. അപ്പം ഞാനിതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട്. അപ്പോൾ നമ്മൾ ഇതേ ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു ചട്ടിയാണ് വെച്ചത്, ഒത്തിരി വലുതല്ല. ഞാൻ അതിനകത്തേക്ക് ഒരു 1 കിലോ ഗോൾഡ് വിന്നറിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുക്കുവാണ്. ഇതുണ്ട്, ഗോൾഡ് വിന്നറാണ് ഞാൻ എടുക്കുന്നത്, പാം ഓയിലല്ല, ഗോൾഡ് വിന്നറാണ്. അപ്പോൾ ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ ചട്ടി വെച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട്ട് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് ചൂടാവും ഈ ചട്ടി. അത് തന്നെയല്ല, ആ ചൂട് അതിനകത്തങ്ങ് നിന്നോളും. ഞാൻ വറക്കാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും ഒക്കെ എടുക്കുന്നൊരു ചട്ടിയാണ് ഇത്, ഇൻഡാലിയത്തിൻ്റെ ചട്ടിയായത്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ചൂട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചക്ക വറക്കാനും വാഴയ്ക്ക വറക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലേ അതിനൊക്കെ ആയിട്ട് എടുക്കുന്നൊരു ചട്ടിയാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ 1 കിലോ എണ്ണ അങ്ങ് ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ വലിയ ഉരുളി അടുപ്പിലൊക്കെ വെച്ച് വറക്കുവാണെങ്കിൽ വലിയ ഉരുളിക്കകത്തേക്ക് 2 കിലോ എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് വെക്കും. ഇപ്പോൾ ഈ ചൂടത്ത് അടുപ്പിൽ വെക്കാനും കൂടെ പറ്റിയില്ല, ഭയങ്കര ചൂടും കൂടെ ആയതുകൊണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഗ്യാസിൽ അങ്ങ് വറക്കാം. ഒത്തിരി ഇല്ല, അത് 2 ചക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വലിയ ചക്കയായിരുന്നു, പക്ഷേ അത് കുറേയൊക്കെ ചതഞ്ഞതും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പ്രാവശ്യത്തെ നമ്മുടെ 3ാമത്തെ 4ാമത്തെ ചക്ക വറക്കയാണ്. വറുത്ത് വെച്ച് കഴിയുന്ന എല്ലാം തീരും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ചക്ക വറക്കുന്നതേ നമ്മൾ ഒന്ന് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്നോർത്തുകൊണ്ട് നമുക്കൊരു വീഡിയോയും കൂടി ആകും, ചെയ്യുകയും ചെയ്യാമല്ലോ എന്നോർത്ത് എടുത്താണ്. നമുക്ക് നമ്മുടെ എണ്ണയൊന്ന് നല്ലപോലെ തിളച്ചോന്ന് അറിയാനായിട്ട് നമുക്കിങ്ങനെ ഒരെണ്ണം ഇതുണ്ടോ ഇട്ട് നോക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മുടെ ചക്ക നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്ക എടുത്ത്, ഒത്തിരി കട്ടിയുള്ള ചുളയേക്കാളും നല്ല ഒത്തിരി കട്ടി ഇല്ലാത്ത ചുളയോടെ വറുക്കാനായിട്ട്. ഇതുണ്ടോ, നമ്മൾ ചെറിയൊരു പൊട്ടലുണ്ട് നമ്മുടെ നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. എപ്പോഴും നമ്മളിത് ഇളക്കി കൊടുക്കണ്ട കേട്ടോ, എപ്പോഴും ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളക്കണ്ട. ഇതൊന്ന് കിടന്ന് നന്നായിട്ടൊന്ന് ഇതുകൊണ്ട് കനം കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതിങ്ങ് കൊമ്പളച്ചിങ്ങ് പോരും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. എപ്പോഴും നമ്മൾ ചക്ക വറക്കാൻ ഇട്ടിട്ട് ഇളക്കണ്ട. ഇതെങ്ങനെ നമ്മുടെ ചക്ക നമുക്കൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കിയിടാവേ. ഉണ്ടോ, ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ എപ്പോഴും ഇട്ടിങ്ങനെ ഇളക്കണ്ട. ഇനി നമുക്കിത് ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ വീണ്ടും ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാവേ. പിന്നെ ഒരു കിലാന്ന് ഒച്ച കേൾക്കുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കിയെടുക്കാം. ഇത് അങ്ങനെ നമ്മുടെ ചക്ക വറുത്തത് നന്നായിട്ട് കൊമളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചില്ലിന്ന് ഈ ഒച്ച കേൾക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ഇടാവേ. അങ്ങനെ നമ്മുടെ ചക്ക നന്നായിട്ട് ഇതുണ്ട്, നല്ല കൊമളച്ച് നല്ല കിലാന്നായിട്ടുണ്ട്. നല്ല കനം കുറഞ്ഞ ചുളയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വറുത്തെടുത്തത്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരിയെടുക്കാം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ചക്ക വറുത്ത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതുകൊണ്ട് ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നല്ല. നമ്മളിതിനകത്ത് മഞ്ഞളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, മഞ്ഞൾപ്പൊടിയൊന്നും നമ്മൾ ഇടുന്നില്ല. നമ്മൾ സാധാരണ ചക്ക മാത്രം ഇട്ടാണ് നമ്മൾ വറുത്ത് കോരിയെടുക്കുന്നത്. നമ്മൾ ചക്കയ്ക്കകത്ത് ഞാൻ ഈ ചക്ക വറുത്ത ചൂടോടുകൂടി തന്നെ അതിനകത്തേക്ക് നമ്മൾ ഉപ്പുനീര് ഒഴിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഉപ്പുനീര് ഒഴിക്കുന്നില്ല. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതിനകത്തേക്ക് അങ്ങനെ ഇട്ടിട്ട് വറുത്ത് പോരാവേ.
എണ്ണ തെറിക്കാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എമ്പടി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചക്ക വറുത്തെടുക്കുവാണെങ്കിൽ നമുക്ക് ലാഭമുണ്ട്, എണ്ണയും ലാഭവും. നമുക്ക് പെട്ടെന്ന് വറുത്തും കോരിയെടുക്കാം. ഇച്ചിരി എണ്ണയ്ക്കകത്തിട്ട് വറുത്താൽ ഇതുള്ളൂ. ഇതുപോലെ എണ്ണ നേക്കിയിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇതുണ്ട്, നമ്മൾ ചക്ക ഓരോ പ്രാവശ്യം വറുത്തിങ്ങനെ കോരുന്നതിനകത്തേക്ക് നമ്മളിതുപോലെ ഇതുണ്ട്, ഇതുപോലെ ഇച്ചിരി ഉപ്പും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഇങ്ങനെ അങ്ങോട്ട് ഇത് എന്താ പറയുക, തണുത്ത് പോകുമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒന്നും തണുത്ത് പോകുമൊന്നുമില്ല, ക്രിസ്പിനെസ് നഷ്ടപ്പെടുകയില്ല. ഇതുണ്ട്, ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇതുണ്ടോ നല്ല. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും വറക്കുന്നത് നമുക്കിങ്ങനെ ഇത് തണുക്കുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് മറ്റേത് എടുത്തിനകത്തേക്ക്. ഇങ്ങനെ തന്നെ ഓരോ പ്രാവശ്യം ഉപ്പിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് നല്ല കൊമ്മളച്ച് വന്നേക്കെ ഉണ്ടാകും ചക്ക വറുത്ത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചക്ക വറുത്തത് ഉപ്പ് കാരണം വെള്ളത്തിനും വായി വെക്കാൻ കൂടും. ഉപ്പാണ്, അവർ ഉണങ്ങിയിട്ടാണെന്ന് തോന്നുന്നു വറക്കുന്നത്. എന്തെങ്കിലും ഒരു അവയും ചൊവയോ ഉണ്ടോ? ഇതുണ്ടോ? നമുക്ക് ചക്കയുടെ ഒക്കെ സീസണല്ലേ, ചക്കയൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് ബാക്കിയും കൂടെ വറുത്തെടുക്കാവേ. അപ്പോൾ ഇത് അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചക്ക വറുത്തത്, നല്ല ഇതുണ്ട്, കിരികിരാന്നുള്ള ചക്ക വറുത്തത് നമ്മൾ വറുത്തെടുത്തു. ഇപ്പോൾ 2 ചക്ക വറുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 കിലോയോളം കാണുമെന്ന് എനിക്ക് തോന്നുന്നു. 2 കിലോ കാണുമായിരിക്കും, 2 കിലോ മിച്ചം കാണുമായിരിക്കും. അപ്പം ചക്കയൊക്കെ ഉള്ളവർ ഈ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയത്ത് പിള്ളേർക്കൊക്കെ ഇങ്ങനെ വറുത്ത് കൊടുക്കണം. നല്ല ഒട്ടും ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. ഒട്ടും ചിലവുമില്ല. ഞാൻ പറഞ്ഞില്ലേ, 1 കിലോ എണ്ണ ഒഴിച്ചിട്ട് 2 ചക്ക വറുത്തിട്ട് പിന്നെ നമുക്ക് എണ്ണ മിച്ചമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ചക്ക വറുക്കാത്തവരൊക്കെ. ഇതിനകത്ത് മഞ്ഞൾ പൊടിയൊന്നും കിഴി കെട്ടിയൊന്നും ഇടണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ ചക്ക തന്നെ മാത്രം ഇട്ട് വറുത്താൽ നല്ല കളറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ അവധിക്ക് മക്കൾക്കൊക്കെ ചക്കയുള്ളവരൊക്കെ ഒന്ന് വറുത്ത് കൊടുക്കണേ. പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. എപ്പോഴും ഇങ്ങനെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പം നമുക്കിങ്ങനെ വറുത്ത് വെച്ചാൽ പിള്ളേർ എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നതിനൊരു കണക്കില്ല. നമ്മളാക്കണ സമയത്ത് കടയിൽ നിന്നൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 ഗ്രാമൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിലയല്ലേ. അപ്പോൾ എല്ലാവരും ചക്കയുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം, വറുത്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.